ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ കറിയൊക്കെ വെച്ചു. പിന്നെ അതേ നമ്മളെ പുതിയ ഫോണിലേക്ക് ഞാൻ സിമ്മൊക്കെ ഇട്ടു കേട്ടോ. ഇതിൻ്റെ യൂസേജും ഐഫോണിൻ്റെ യൂസേജും ഏറെക്കുറെ ഒരേപോലെ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഐഫോൺ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാൻ പുട്ടും ചിക്കൻ കറിയും പയർ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഏട്ടനിന്ന് ലീവാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊരു പുതിയ കോഴിക്കൂട് അടിക്കാമെന്ന് നമ്മൾ കുറച്ച് കോഴീനെയും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ പോകാനൊക്കെ വേണ്ടി റെഡിയായി. ഞാൻ പോകുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞില്ലല്ലോ, അമ്മൂൻ്റെയും പാറുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോകുന്നത്, അമ്മമ്മേൻ്റെ വീട്ടിലേക്ക്. അതേ പോകുന്ന വഴിക്ക് ഒന്ന് ഇരിക്കാൻ നോക്കിയതാണ്, പക്ഷെ ഒന്ന് വീണ് പോയി. കുഴപ്പമില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളതേ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കേട്ടോ. രാവിലെ ഒന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ടെന്ന്. പിന്നെ പോകുന്ന വഴിക്ക് ഇസാഫ് ബാങ്കിലൊന്ന് കയറാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു ബേക്കറിയിൽ കയറി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സിന്ധു ചേച്ചി ആളുടെ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്നത്. ആളൊരു ക്രിസ്റ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഇവിടെ. അപ്പം രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഷിഫ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ സിന്ധു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ അമ്മു മാങ്ങയൊക്കെ തിന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മൂൻ്റെ അടുത്ത് മോനെ കൊടുത്ത് ഞാൻ കുറച്ച് തമിഴ് വെബ് സീരീസൊക്കെ കാണുകയാണ്. നമ്മൾ ഈ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ് സീരീസാണ് കേട്ടോ കാണുന്നത്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും പാപ്പയ്ക്ക് ഒരുപാട് കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പഴംപൊരിയും സമൂസയും പരിപ്പ് വടയും അങ്ങനെയൊക്കെ. അപ്പോൾ മോന് പാറു ആ പഴംപൊരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ആ ചായ കുടീൻ്റെ ഇടയിൽ കുറേ കഥ പറച്ചിലൊക്കെ നടന്നു. ഞങ്ങളൊരു സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാണ് കേട്ടോ. രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഏട്ടൻ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വ്ളോഗ്, അടുത്തൊരു വ്ളോഗായിട്ട് വരാം. ഓക്കെ, ബൈ.